ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ VS വേൾഡിൻ്റെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വെജിറ്റബിൾ കുർമ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് നല്ലൊരു സൈഡ് ഡിഷായിട്ട് വെജിറ്റബിൾ ബിരിയാണി, പുലാവ്, റൈസ് എന്നിവയ്ക്കൊക്കെ ഒപ്പം നല്ലൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. വെജിറ്റേറിയൻസിന് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടുന്ന ഡിഷാണ്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഒരു ചെറിയ കോളിഫ്ലവർ കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു 8-10 ബീൻസ് കട്ട് ചെയ്തെടുത്തത്, ഒരു ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തത്, 2 പൊട്ടാറ്റോ കട്ട് ചെയ്തത്, ഒരു ചെറിയ ബൗൾ ഗ്രീൻ പീസ്, പിന്നെ വന്നിട്ട് ഒരു വലിയ സവാള കട്ട് ചെയ്തത്, 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് പൗഡർ, ഒരു 1.5 കപ്പ് തേങ്ങ, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ലേശം, 2 തക്കാളി കട്ട് ചെയ്തെടുത്തത്, പിന്നെ വന്നിട്ട് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി ലേശം, ഉപ്പ്, ഗരം മസാല, പട്ട, 3 ഏലക്ക, 4 ഗ്രാമ്പൂ, പിന്നെ വന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കൊറിയണ്ടർ പൗഡർ, പെരുംജീരകം 1 സ്പൂണ്, 3 മുളക്, ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കല്ലേ. ആദ്യം നമ്മൾ ഈ പൊട്ടറ്റോ, കോളിഫ്ലവർ, ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ഈ 5 പച്ചക്കറികൾ നമ്മൾ കുക്കറിലിട്ടിട്ട് ഓരോന്നോരോന്നായി കുക്കറിലെടുത്തിടാം. കോളിഫ്ലവർ ഇട്ടു, ബീൻസ് ഇട്ട്, പിന്നെ ക്യാരറ്റ്, പൊട്ടറ്റോ, ഗ്രീൻ പീസ്, ഇതെല്ലാം നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം ഒരു പച്ചമുളക് കീറിയിട്ട് ഈ വെജിറ്റബിൾസിലോട്ടിട്ടിട്ട് ഒരു വിസിലടിച്ചെടുക്കാം. കുക്കറിൽ ഒരു വിസിലടിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ടു, ഒരു പച്ചമുളക് ഇട്ടു, ഇനി ഒരു വിസിലടിച്ചെടുക്കാം. അതവിടെ ആവുമ്പോഴേക്കും നമ്മളൊരു കടായി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ, ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിൽ നമ്മൾ ഈ സ്പൈസസ്, പട്ട, ഒരു 2 ഗ്രാമ്പൂ, 3 ഏലക്ക ഇതിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ സ്പൈസസ് ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. സവാള ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. നല്ല വഴേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം വഴറ്റിയെടുത്തതിന് ശേഷം ഏകദേശം സവാള ആവുമ്പോൾ അതിലോട്ട് നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഏകദേശം ഒരു 2 സ്പൂണും, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് 2 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് 2 സ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അത് ഏകദേശം വാടി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഈ 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ ഏകദേശം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് ചെയ്യാം. അതിലോട്ട് തേങ്ങ, 2 ഗ്രാമ്പു, ഒരു പട്ട, പിന്നെ 1 സ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് പൗഡർ. കാഷ്യൂ നട്ട് പൗഡറിന് പകരം നിങ്ങൾക്കൊരു 8-10 കാഷ്യൂ നട്ട് എടുത്താലും മതി. ഇതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് പൗഡർ ഇട്ടിട്ടുണ്ട്. കാഷ്യൂ നട്ട് പൗഡറിന് നിങ്ങൾക്ക് പകരം കാഷ്യൂ നട്ട് എടുത്താലും മതി. ഏകദേശം നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ലേശം കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഒരു 1/2 സ്പൂൺ പച്ചമല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പച്ചമല്ലിപ്പൊടി, ഒരു 2 മുളക് കീറിയത്, പിന്നെ കുരുമുളക് പൊടി ആവശ്യാനുസരണം ഒക്കെ ഇട്ടൊന്ന് നന്നായി ഇളക്കണം. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 സ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്തിട്ടുണ്ട്. ഗരം മസാല ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച കോളിഫ്ലവർ, പൊട്ടറ്റോ, ക്യാരറ്റ്, ഗ്രീൻ പീസ് ഒക്കെപ്പാട് ഈ കടായിലോട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കണം. ഇളക്കിയിട്ട് നമ്മളൊരു ഏകദേശം 2 മിനിറ്റ് ഒന്ന് അടച്ചുവെച്ച് വേവിക്കാം. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചുവെച്ച് വേവിച്ചു 2 മിനിറ്റ്. ഇനി ഇതിലോട്ട് നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് പൗഡർ, സ്പൈസസായ പട്ട, ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ തേങ്ങ, പെരുംജീരകം ഒക്കെപ്പാട് ചേർത്ത് അരച്ച അരപ്പ് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചുവെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുറുമ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. വെജ് കുറുമ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും എരിവൊക്കെ ആവശ്യാനുസരണം ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ്.
അതിന് ശേഷം നമ്മളിതിലോട്ട് ലേശം വെളിച്ചെണ്ണ, 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചേക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെജ് കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുർമ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനലിൽ വന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു കുക്കിംഗ് വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.